ईश्वरीं सर्वभूतानां तामिहो भक्वये श्रियं मनसक्कामगोविन्दाजः सत्यमसीमहे पशूनां रोगमन्यः समये श्रेयदां യഥഃ. ഏവർക്കും നമസ്കാരം. ഇന്നത്തെ ദിവസത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം ഗോപാഷ്ടമിയാണ്. ഗോപാഷ്ടമിയെ കുറിച്ചും ഗോപൂജയെ കുറിച്ചും നമ്മുടെ കുടുംബങ്ങളിലേക്ക് എത്തിക്കാവുന്ന മഹാതത്വം ഗോമാതാവിൽ സകല ദേവതമാരും വസിക്കുന്നു എന്നുള്ള മഹാസങ്കല്പം തന്നെയാണ്. അതിൻ്റെ കൂടെ തന്നെ ഗോപൂജ ചെയ്യുന്നതിലൂടെയും ഗോ ആരാധന അല്ലെങ്കിൽ ഗോ പരിപാലനം നടത്തുന്ന എല്ലാ ഗൃഹങ്ങളിലും അഷ്ട ഐശ്വര്യങ്ങൾ നമുക്ക് സമൃദ്ധിയും സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും നമുക്ക് ഒന്നു ചേർന്ന് വരാനും നമുക്ക് സാധിക്കുമെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു തത്വമാണ്. കാരണം ആനിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രത്തിൽ 2010 4 പശുക്കളെ വെച്ച് തുടങ്ങി ഇന്നത് സമൃദ്ധിയുടെ ഗോശാലയായിട്ട് സുരഭി ഗോശാലയായിട്ട് നമുക്ക് പ്രവർത്തിച്ചു വരുന്നു. ആ പ്രവർത്തനം നമുക്ക് എല്ലാ വീടുകളിലേക്കും കാഴ്ചവെക്കാനും ഈ പശുവിൽ നിന്നും കിട്ടുന്ന പാലിന് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും വരുന്ന തലമുറയ്ക്കും ആയുരാരോഗ്യപ്രദമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കറന്ന പാലിൽ തന്നെ ആ ചൂട് മാറാതെ ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ ആരോഗ്യത്തിന് എല്ലാവിധ ദോഷങ്ങളും മാറിക്കൊഴുന്നത് സകല ആയുരാരോഗ്യം നമുക്കുണ്ടാകുമെന്ന് പറയാൻ നമുക്ക് പുരാണ ഗ്രന്ഥങ്ങളിലേക്ക് നമുക്ക് നോക്കാൻ സാധിക്കും, വേദഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുമാത്രമല്ല, നമുക്കിവിടെ ആ ചുവന്ന പശു കപില പശു എന്നാണ്. ആ കപില പശുവിലാണ് ഏറ്റവും കൂടുതൽ ഗോരോചനം അടങ്ങിയിരിക്കുന്നതും അതിൻ്റെ പാലിലാണ് നമുക്ക് സകല ഐശ്വര്യങ്ങളും നമുക്ക് ലഭിക്കുന്നതും. പ്രത്യേകിച്ച് കേരളത്തിൽ നമുക്ക് ഒട്ടനവധി മാന്ത്രിക വിദ്വാൻമാരുള്ളത് കൊണ്ട് കൈവശ ദോഷങ്ങൾ വരുന്ന ഒരുപാട് കുടുംബങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആയുർവേദം അത് തന്നെയാണ് പറയുന്നത്, കറന്ന പാല് കന്തലുടൻ നെയ് കലർന്നാൽ പോലെ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ കഴിക്കുന്ന ആ പാലിൽ നമുക്ക് കൈവശ ദോഷങ്ങളെല്ലാം മാറ്റിയെടുക്കാൻ സാധിക്കുന്നത് ഈ നാടൻ പശുക്കളെ, സ്വദേശി പശുക്കളെ നമുക്ക് സംരക്ഷിക്കാനും അത് നിലനിർത്തുവാനും വേണ്ടിയിട്ടാണ്. ഇന്നത്തെ ഈ ദിവസത്തിൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് വിശ്വഹിന്ദു പരിഷത്തിന്റെ തന്നെ കേരളത്തിന്റെ സംസ്ഥാന ഗോസേവാ പ്രമുഖരായിട്ടുള്ള ചെന്താമരേട്ടനുണ്ട്. അതുപോലെ തന്നെ പാലക്കാട് ജില്ലയുടെ ഉത്തരവാദിത്വം വഹിക്കുന്ന കണ്ണൻകുട്ടി, അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇന്നത്തെ ഈ ദിവസത്തിൽ ഗോപാഷ്ടമിക്ക് നമ്മുടെ ഗീത അച്യുതൻ എന്ന് പറയുന്ന പാലക്കാട് ഇന്ന് അറിയപ്പെടുന്ന ആധ്യാത്മിക ലോകത്തെ ഒരു മഹാവ്യക്തിത്വമാണ് ചേച്ചി. ചേച്ചിയുടെ പ്രവർത്തനം നമുക്ക് കാഴ്ചവെക്കാൻ സാധിക്കുന്നതും അതുപോലെ ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുവാനും അതിൻ്റെ കൂടെ താളസമൃദ്ധിയായിട്ട് നൃത്തങ്ങൾ വയ്ക്കുവാനുള്ള ഒരു വലിയൊരു വിഭാഗം ആൾക്കാർ ഇന്ന് നമുക്ക് പാലക്കാട് മൂത്താന്തര സന്നിധിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ചേച്ചിയും അവരുടെ കുടുംബാംഗങ്ങളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ ശിഷ്യഗണങ്ങളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ആദ്യമായിട്ട് നമുക്ക് ചെന്താമരേട്ടൻ 2 വാക്ക് പറഞ്ഞതിന് ശേഷം ഗോപൂജയുടെ മഹത്വത്തെയും അല്ലെങ്കിൽ ഗോ സാന്നിധ്യത്തെ കുറിച്ച് ശ്രുതിയുടെ 2 മിനിറ്റ് പ്രഭാഷണം, അല്ലെങ്കിൽ പ്രഭാഷണമല്ല, ഒരു തത്വം നമുക്ക് പറയുന്നുണ്ടാവും. അതിനുശേഷം നമുക്ക് ഗോപികാ ദിനമായിട്ട് നൃത്തം ചെയ്യാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരുടെയും നൃത്തം കാണുവാനും നമുക്ക് സാധിക്കുന്നു. ഇതാണ് ഇന്നത്തെ ഒരു പരിപാടിയുടെ ഒരു ഉദ്യമം. ചെന്താമരേട്ടനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. സുരഭ്യേ നമഃ. കഴിഞ്ഞ 1-ാം തീയതി മുതൽ ഇതിൻ്റെ ഗോരക്ഷാ വിഭാഗം ഗോപാഷ്ടമി നാളുകളായി ആചരിച്ചു വരികയാണ്. ഇന്ന് അതിൻ്റെ സമാപന ദിവസമാണ്. കേരളത്തിലെ മുഴുവൻ ഗോശാലകളിലും ഇതുപോലുള്ള പരിപാടികൾ നടക്കുന്നു. അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് ഞാനിവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഗോപാഷ്ടമി ദിനത്തിൽ ഗോപൂജ നടത്തുക എന്നുള്ളത് പവിത്രമായ
പവിത്രമായിട്ടുള്ളൊരു കാര്യമാണ്. ആ പവിത്രമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ ഗോശാലയിൽ എത്തിയിട്ടുള്ളത്. ഗോശാല ഞാൻ മെഞ്ചാണ് കോട്ടയം ജില്ലയിൽ പോയപ്പോൾ അവിടെ പത്രത്തിലൊരു ഫോട്ടോ കണ്ടു. സ്കൂൾ വിദ്യാർത്ഥികളെ കൂട്ടി അധ്യാപകൻ ഗോശാല സന്ദർശിക്കാൻ പോയിരിക്കുന്നു. അങ്ങനെയൊരു ഫോട്ടോ പത്രത്തിൽ കണ്ടു. നമുക്കറിയാം, ഗോശാല വൻ നഗരങ്ങളിലൊന്നും ഗോശാല കാണാൻ കഴിയില്ല. തൊഴുത്തുണ്ടാവില്ല, പശുക്കളുണ്ടാവില്ല. അപ്പോൾ കുട്ടികൾക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് ഒരു അവബോധം എന്തായാലും കിട്ടാൻ സാധ്യത കുറവാണ്. അപ്പോൾ ആ അധ്യാപകൻ്റെ മനസ്സിൽ ഉദിച്ച കാര്യമാണ് ഒരു 100-150 പശുക്കളുള്ള ഒരു ഗോശാല. ആ ഗോശാലയിൽ പോയി പശുവിൻ്റെ മൂല്യവർദ്ധിത സാധനങ്ങൾ, ഉണ്ടാക്കപ്പെട്ട സാധനങ്ങൾ വരെ പരിചയപ്പെട്ട് കുട്ടികൾക്ക് വലിയൊരു അറിവ് ആ അധ്യാപകൻ്റെ നേതൃത്വത്തിൽ കൊടുത്തതായിട്ടുള്ളൊരു വാർത്തയാണ് ഞാൻ കോട്ടയം ജില്ലയിൽ കണ്ടത്. വളരെ വലിയൊരു കാര്യമാണ്. കാരണം 150ഓളം പശുക്കളെ, നാടൻ പശുക്കളെ വളർത്തി അതിൽ നിന്ന് കിട്ടുന്ന മൂല്യവർദ്ധിത സാധനങ്ങൾ സാധാരണ ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി കൊടുക്കുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം ഇത് കിട്ടാനില്ലാത്തതാണ്. കാരണം ഈ പശുവിൻ്റെ പാലിൻ്റെ പ്രത്യേകത അതിൽ നിന്ന് കിട്ടുന്നതെല്ലാം മനുഷ്യന് ഔഷധ ഗുണമുള്ളതാക്കി പ്രയോജനപ്പെടുത്താൻ കഴിയും എന്നുള്ളതാണ്. നമ്മൾ വിചാരിക്കും ചാണകം ഉദ്ദേശിക്കുന്നു. ചാണകം നമ്മളെ കൃഷിക്ക് മാത്രമാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ കൊല്ലം ജില്ലയിലൊരു ഗോശാലയിൽ ചാണകം കൊണ്ട് ഇഷ്ടിക ഉണ്ടാക്കിയിട്ടുണ്ട് വീട് വയ്ക്കാൻ. ചാണകവും അവിടുത്തെ മണ്ണും സംയോജിപ്പിച്ചുകൊണ്ട് അതിനെ കുഴച്ച് മെഷീനിൽ കൊണ്ടുപോയി അടിച്ച് നമ്മുടെ സിമെൻറ്റ് ബ്ലോക്കിൻ്റെ വലുപ്പത്തിൽ ഉണ്ടാക്കി വീട് വയ്ക്കാൻ വേണ്ടി കൊടുക്കുന്നു. അതുവരെ എത്തിയിട്ടുണ്ട് ഇതിൻ്റെ പ്രയോജനം. ഇവിടെ ഒരു സാധനം പോലും പശു നമുക്ക് പുറന്തള്ളപ്പെടുന്ന എല്ലാ സാധനവും മനുഷ്യൻ്റെ ജീവരാശിക്ക് ഉതകുന്ന സാധനങ്ങളാണ്. സൂക്ഷിക്കുന്നത് മുഴുവൻ മനുഷ്യന് പറ്റാത്തതുമാണ്. പക്ഷെ മനുഷ്യൻ സൂക്ഷിക്കുന്നതിനെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഭയങ്കര അപകടകരമായിട്ടുള്ള ഒരു പോക്കാണ്. കാരണം സൂക്ഷിക്കുന്നത് മുഴുവൻ നമുക്ക് പാടില്ലാത്തതാണ്. പശു പറഞ്ഞാൽ അതാണ്, നമ്മൾ എന്ത് കൊടുത്താലും കഴിക്കും അല്ലേ? തലേ ദിവസത്തെ ഭക്ഷണം കൊടുത്താലും കഴിക്കും, തലേ ദിവസത്തെ പഴം ഉണ്ടെങ്കിൽ എടുത്ത് കൊടുത്താൽ കഴിക്കും, എല്ലാം കൊടുക്കും. പക്ഷേ അതിനെയൊക്കെ ശാംശീകരിച്ചുകൊണ്ട് നമുക്ക് തരുന്നത് മുഴുവൻ വളരെ ഔഷധ ഗുണമുള്ള സാധനങ്ങളും. നമ്മൾ അതിൽ നിന്ന് പല കാര്യങ്ങളും മാറ്റി എടുത്തെടുത്ത് കാറ്റിക്കുറിക്കെടുത്ത് പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇത് വളരെ വലിയൊരു കാര്യമാണ്. ഈ കാര്യത്തിന് ജനങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. കാരണം നമുക്ക് കിട്ടുന്ന പാല് സൊസൈറ്റി പാലാണ് അല്ലേ? കടയിൽ പോയി കഴിഞ്ഞാൽ പാക്കറ്റ് പാലാണ്. പാക്കറ്റ് പാലിൻ്റെ സാധാരണ സൊസൈറ്റിയിൽ നിന്ന് കിട്ടുന്ന പാല് തന്നെ ഈ നാടൻ പശുവിൻ്റെതല്ല. നാടൻ പശുവിനെ അല്ലാത്ത പശുക്കളെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോളൂ. കാണുമ്പോൾ ഈ പശുവിൻ്റെ ഒരനുസരണയും ആ പശുവിന് ഉണ്ടാവില്ല. ഇതിപ്പോൾ നമ്മുടെ കൂടെ വന്ന് നിൽക്കുന്നു, കളിക്കുന്നു, തൊട്ട് തലോടിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ഇപ്പോൾ നിലവിൽ ഇപ്പം നമ്മൾ ആരൊക്കെ പശുവിനെ തൊട്ടിട്ടുണ്ടാവും അവരുടെയൊക്കെ പ്രഷർ ഒന്ന് പരിശോധിച്ചാൽ അറിയാം വിവരം. കാരണം പശുവിന് തൊട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പ്രഷർ, ശരീരത്തിലുള്ള പ്രഷർ വളരെയേറെ കൺട്രോൾ ആവുന്നതാണ്. പ്രഷർ കൂടുതലുള്ള ആൾ വന്നിട്ട് ഗോശാലയിൽ ദിവസം സന്ദർശിച്ചാൽ മതി. ഗോശാല സന്ദർശിച്ച് പശുവിന് തലോടി കഴിഞ്ഞാൽ പ്രഷർ പറയും. മരുന്നൊന്നും കഴിക്കണ്ട, മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല. അത്രയും ശക്തിയുള്ള ഒരു ജീവിയാണ്. നമുക്കിതിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. വളരെ വളരെ മനുഷ്യന് ആവശ്യമായിട്ടുള്ള നാടൻ പശു, ഒരു വീട്ടിൽ ഒരു നാടൻ പശു ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ആ വീട്ടിൽ ജീവിക്കുന്ന ആൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ല. പണ്ടങ്ങനെ ആയിരുന്നു. വീടിൻ്റെ മുറ്റത്ത് തൊഴുത്തുണ്ടായിരുന്നു. ആ തൊഴുത്തിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ കിട്ടും. കുടിവെള്ള ക്ഷാമം വന്നു. അപ്പോൾ വേനൽക്കാലത്ത് നമ്മളെന്താ ചെയ്യുന്നു? മുറ്റം വഴുകി ചാണകം നന്നായി പുരട്ടി വയ്ക്കും. ഈ സൂര്യൻ്റെ ശക്തി കാരണമുള്ള ചൂട് ഭൂമിയിലേക്ക് പതിക്കാൻ വേണ്ടി ചെയ്ത ഒരു സംസ്കാരമായിരുന്നത്. ഇന്നില്ല. ഇന്നെല്ലാം കയ്യിലിട്ടു. ചാണകം വഴുകാനുള്ള സ്ഥലമില്ല. അപ്പോൾ നമുക്ക് വേണ്ടതിലധികം ചൂട് നമ്മൾ തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പോലും പശുവിൽ നിന്ന് നമുക്ക് അകറ്റി നിർത്താനുള്ള ഒരു സംസ്കാരം ഉണ്ടായിരുന്നു. ആ സംസ്കാരം നമ്മളിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു. അപ്പം ഇത്തരത്തിൽ ഓരോ കാര്യം ശ്രദ്ധിച്ചാലേ
വളരെ വ്യക്തമായിട്ട് നമുക്ക് പശുവിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. നാടൻ പശു എന്ന് പറയുന്നതിന് ഒരുപാട് ബ്രീഡുകളുണ്ട്. ഓരോ ജില്ലയ്ക്ക് ഓരോരോ പശുവുണ്ട്. നമുക്കറിയാം, തൊട്ടടുത്തുള്ള സ്ഥലമാണ് തിരുവില്ലാമല. വില്ലാതിനാഥൻ എന്നുള്ള ബ്രീഡുള്ള ഒരു പശുവിനാണ് നമുക്ക് വില്ലാതിനാഥൻ ക്ഷേത്രത്തിൻ്റെ പരിസരത്തൊക്കെ പോയാൽ കാണാൻ സാധിക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദൂരം അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ വേറൊരു ബ്രീഡുണ്ട്. കോട്ടയത്തിനൊരു ബ്രീഡുണ്ട്, കാസർഗോഡിനൊരു ബ്രീഡുണ്ട്, കാങ്കേയത്തിനൊരു ബ്രീഡുണ്ട്. അങ്ങനെ നിരവധി എണ്ണിയാൽ ഒടുങ്ങാത്ത ബ്രീഡുകളുണ്ട് ഈ നാടൻ പശുവിന്. പക്ഷെ എല്ലാം കുറഞ്ഞു വരികയാണ്. ശാന്തിയെ പോലുള്ള ഇതുപോലെ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചും നാടൻ പശുവിനോടുള്ള താല്പര്യം കൊണ്ടും ഇപ്പോൾ അത് കുറച്ച് പ്രൊജക്റ്റ് ചെയ്ത് വരുന്നുണ്ട്. വളരെ വലിയ തോതിൽ പശുക്കളെ വളർത്താനുള്ള സാഹചര്യം ഉണ്ടാകുന്നു. നമുക്കറിയാം, വികൃതി കാണിക്കുന്നത് അദ്ദേഹം പിടിച്ചു നിൽക്കുന്നുണ്ടല്ലോ. അദ്ദേഹം പിടിച്ചു നിൽക്കുന്ന പശുവിനാണ് ഏറ്റവും കൂടുതൽ ശേഷിയുള്ളത്. ഔഷധ ഗുണമുള്ള സാധനങ്ങൾ നമുക്ക് പ്രദാനം ചെയ്യുന്നു. നമ്മളോടൊപ്പം കളിച്ചു നടക്കണം, അതിന് കുറച്ച് കുറവായിരിക്കും. പക്ഷേ കൂടുതൽ വികൃതി കാണിക്കുന്ന പശുവിൻ്റെ പാലും അതുപോലെ തന്നെ പശുവിനിൽ നിന്ന് കിട്ടുന്ന ഗോരോചനം എന്ന് പറയുന്നൊരു സാധനം, അത് ഏറ്റവും ലാസ്റ്റാണ് ഗോരോചനം പശു നമുക്ക് പ്രദാനം ചെയ്യുന്നത്. അത് വളരെയേറെ അമൃത് പോലെ കഴിക്കാൻ പറ്റും. വയറ്റിനുള്ള എല്ലാ അസുഖങ്ങൾക്കും പരിഹാരമാണ്. ഗോരോചനത്തിൻ്റെ ഗുളിക പണ്ട് കിട്ടുമായിരുന്നു അല്ലേ? ആയുർവേദ ശാലയിൽ പോയി കഴിഞ്ഞാൽ ഗോരോചനം 2 തരത്തിലുണ്ട്. മാനിൻ്റെ ഉണ്ട്, പശുവിൻ്റെ ഉണ്ട്. പശുവിൻ്റെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്, മാനിൻ്റെ ഏകദേശം കിട്ടും. വയറുവേദന വന്നാൽ കുട്ടികൾക്ക് കൊടുക്കുന്ന ഗോരോചനമായിരുന്നു. അതൊക്കെ മറന്നുപോയി. നമുക്കിപ്പോൾ അത് ഓർക്കാനേ സാധിക്കില്ല. അപ്പം അത്തരത്തിൽ വിപുലമായിട്ടുള്ള മാനുഷിക മൂല്യങ്ങൾ അടങ്ങിയിട്ടുള്ള നമ്മളോടൊപ്പം ചേർത്ത് നിൽക്കേണ്ട ഒരു സമ്പ്രദായം നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു, വളരെ വലുതായിട്ട്. അതുകൊണ്ടാണ് ഇത് ആഘോഷിക്കണമെന്ന് തീരുമാനിച്ചത്. ആഘോഷിക്കുമ്പോഴാണ് നമുക്ക് അതിനോടുള്ള അടുപ്പം കൂടുള്ളൂ. അപ്പോൾ ആ ആഘോഷമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇവിടെ ഈ പരിപാടികളെല്ലാം ഒരുക്കി തന്ന ശാന്തിക്കും ശാന്തിവിനി സാധനത്തിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഗോരക്ഷാ വിഭാഗത്തിൻ്റെ എല്ലാ പിന്തുണയും ഈ ഗോശാല നടത്തുന്നതിന് വേണ്ടി ഉണ്ടാവും. ഇവിടുന്ന് ഇനിയും ഗോശാലകൾ വളർന്നു വലുതാവേണ്ടതാണ്. ഗോശാലകളെന്ന് വെച്ചാൽ ശരിക്കും ഈ സ്ഥലം പോരാ, ഇത്രയും പശുക്കളുണ്ടാവുമ്പോൾ മേയാനുള്ള സ്ഥലം വേണം. കാരണം പശു നമ്മളെ വളർത്തുന്ന ഒരാൾക്ക് ശ്യാംജിക്ക് ഇപ്പോൾ അസുഖം ഉണ്ടെന്നിരിക്കട്ടെ, ശ്യാംജി അടുത്ത് പോയി നിന്നാൽ ശ്യാംജിൻ്റെ അസുഖം മനസ്സിലാക്കി അത് മാറാനുള്ള മരുന്ന് കഴിച്ചിട്ട് വരുന്നുള്ളതാണ്. അതാണ് പശുവിൻ്റെ ഗുണം. പശു വളർത്തിയിരുന്നത് അതുകൊണ്ടാണ്. ശ്യാംജിക്ക് എങ്ങനെയാണ് അസുഖം വരുന്നത്, എന്ത് അസുഖമാണുള്ളത്, ആ അസുഖം മാറാനുള്ള മരുന്ന് പശു പോയി കഴിച്ചിട്ട് വരും. എന്നെ നോക്കുന്ന ആളാണ്. ആ ആളെന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് എൻ്റെ കടമയാണെന്നുള്ള ബോധം, അത്രയും സൂക്ഷ്മമായിട്ടുള്ള ബുദ്ധിയുള്ള ഒരു ജീവിയാണ് നാടൻ പശു എന്ന് പറയുന്നത്. അതെല്ലാവർക്കും ഗുണകരമായിട്ട് ഭവിക്കുന്ന തരത്തിലേക്ക് ഇവിടെ സന്ദർശിക്കാനും ഗോപൂജ നടത്താനും ഒക്കെ നമുക്ക് കഴിഞ്ഞാൽ, ഒന്ന് വരുന്ന സമയത്ത് ആ തൊഴുത്തിലെ അടുത്തൊന്ന് പോയി നിന്ന് തൊട്ട് തലോടി കഴിഞ്ഞാൽ വളരെയേറെ പ്രസാദം ലഭിക്കുന്നതിന് തുല്യമാണ്, പ്രസാദം കഴിക്കുന്നതിന് തുല്യമാണ്. ആ തരത്തിലൊരു കാഴ്ചപ്പാടുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളൊക്കെ സംഹരിക്കുന്നു. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം. ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകം കൊണ്ട് നമുക്ക് ആരംഭിക്കാം. അന്നാദ് ഭവന്തി ഭൂതാനി പർജന്യാധന സംഭവ യജ്ഞാത് ഭവതി പർജന്യോ യജ്ഞകർമ്മ സമുദ്ഭവ എന്ന് കർമ്മയോഗം പറയുന്നു. ഈ അന്നത്തിൽ നിന്നാണ് ജീവികൾ ഉണ്ടാകുന്നത്. നമ്മുടെയൊക്കെ ജീവൻ എന്ന് പറയുന്നത് അന്നത്തിൽ നിന്നുണ്ടാകുന്നു. അന്നം എവിടെ നിന്നും ഉണ്ടാകുന്നു എന്ന ചോദ്യത്തിന് ഉത്തരമാണ് മഴയിൽ നിന്നുമാണ് അന്നം ഉണ്ടാകുന്നത് എന്ന് നമ്മുടെ ആധ്യാത്മിക ശാസ്ത്രം ഉദ്ഘോഷിക്കുന്നു. ഈ മഴ എവിടെ നിന്നാണ് ഉണ്ടാകുന്നത് എന്ന ചോദ്യത്തിൻ്റെ ഒരു ഉത്തരം അത് യജ്ഞങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അപ്പം നമ്മുടെയൊക്കെ സവിശേഷ പ്രധാനമായിട്ടുള്ള യജ്ഞങ്ങളിൽ നിന്നുമാണ്. ഇന്നൊരു യജ്ഞത്തിനാണ് നമ്മൾ ഒത്തുചേർന്നിരിക്കുന്നത്. ഈ യജ്ഞങ്ങളുടെ ഒരു സമൃദ്ധി കൊണ്ടും ഐശ്വര്യം കൊണ്ടും അഭിവൃദ്ധി കൊണ്ടുമാണ് ഈ പ്രപഞ്ചം, ഈ ഭൂമി ഇങ്ങനെയെല്ലാം താളാത്മകമായിട്ട് നിലനിന്ന് പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ കാർത്തിക മാസത്തിലെ ശുക്ലപക്ഷ തിഥിയാണ് ഗോപാഷ്ടമിയായിട്ട് ആചരിക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ശ്യാംജി പറയുകയുണ്ടായി, നന്ദഗോപരായിട്ടുള്ള പിതാവ് തൻ്റെ മകനായ ശ്രീകൃഷ്ണന് ഗോക്കളുടെ പരിപാലനത്തിൻ്റെ ചുമതല, എൻ്റെ കുട്ടിക്ക് ഗോവിനെ പാലിക്കാനുള്ള ഒരു പ്രാപ്തിയായി
എന്ന് തീരുമാനിച്ച് അതിൻ്റെ ചുമതല ആ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ദിവസവും കൂടിയാണ് ഗോപാഷ്ടമിയായിട്ട് നമ്മളെല്ലാവരും ആഘോഷിക്കുന്നത്. ഇനി എനിക്ക് വേറെ കുറേ കാര്യങ്ങളൊന്നും പറയാനില്ല. ഗോമാതാവ് എന്ന് ഒരു സങ്കല്പം, മാതൃസങ്കല്പമാണ്. നമ്മൾ മാതാവായിട്ടാണ് ആചരിക്കുന്നത് അല്ലേ. ഒരു വാത്സല്യം എന്നുള്ള പദം നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. നമ്മളെപ്പോഴാണ് വാത്സല്യം എന്നുള്ള പദം ഉപയോഗിക്കാറ്? അമ്മയും കുഞ്ഞും നമ്മളുടെ വാത്സല്യം, എനിക്ക് അവനോട് വലിയ വാത്സല്യമാണ്, എൻ്റെ കുട്ടിയോട് വലിയ വാത്സല്യമാണെന്നൊക്കെ നമ്മൾ പറയാറില്ലേ. ഈ വാത്സല്യം എന്നുള്ള വാക്ക് പോലും വന്നിട്ടുള്ളത് ഗോവും അതിൻ്റെ കുട്ടിയും അതിൻ്റെ കിടാവും തമ്മിലുള്ള ബന്ധത്തിൽ നിന്നാണ്. അതിനെ ഗോവിൻ്റെ കുട്ടിയെ, അതായത് പശുക്കുട്ടിയെ നമ്മൾ പറയാറുണ്ട് വത്സം എന്ന് പറയാറുണ്ട് അല്ലേ. വത്സം എന്ന് പറഞ്ഞാൽ പശുക്കുട്ടി. അപ്പോൾ വാത്സല്യം എന്നുള്ളത് എപ്പോഴും എന്ത് ഉപമകൾ പറയാറുണ്ടെങ്കിലും താരതമ്യം ചെയ്ത് പറയാറുണ്ടെങ്കിലും ഗോവിൻ്റെ കുട്ടിയുടെ അടുത്തേക്ക് പോണ പോലെ, അല്ലെങ്കിൽ ഗോക്കിടാവ് അതിൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോകുന്നത് പോലെ എന്നാണ് ആ വാത്സല്യം, സ്നേഹമൊക്കെ കാണിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന പദം എന്ന് പറയുന്നത്. അപ്പോൾ അത്രത്തോളം ഉണ്ട് അത് തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. ഇപ്പോൾ ചെന്താമരേട്ടൻ സൂചിപ്പിക്കേണ്ടായി ഗോമാതാവ് എന്നുള്ള സങ്കല്പത്തിനെ പറ്റി സൂചിപ്പിക്കേണ്ടായി. അപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ശ്യാംജിയുടെ ബ്രദറിൻലോ വന്നിട്ട് ഒരു കാര്യം പറയണ്ടായി. അയർലൻഡിലൊക്കെ അദ്ദേഹം അവിടെ സന്ദർശിച്ച് വന്ന സമയത്ത് അവിടെ ഒരു ഗോശാല, വലിയൊരു ഫാമാണ്, അവിടെ ധാരാളം പശുക്കളുണ്ട്. അപ്പോൾ പ്രസവിച്ച ഉടനെ കുട്ടിയെ അമ്മയിൽ നിന്ന് മാറ്റും. പാല് മെഷീൻ വെച്ചിട്ടാണ് കറക്കുന്നത്. മെഷീനറി സിസ്റ്റമാണ് അവിടെ മുഴുവൻ വർക്കാവുന്നത്, കാരണം ഫാമിൽ അങ്ങനെ സാധിക്കും. അപ്പോൾ ആ മാതൃത്വം അനുഭവിക്കാൻ പറ്റാത്ത അതിൻ്റെ ഡിപ്രഷൻ ഒന്ന് ആലോചിച്ച് നോക്കും. ഒരമ്മ തൻ്റെ കുഞ്ഞിനെ കാണാൻ പറ്റാത്ത ഡിപ്രഷൻ, അതിൽ നിന്നുണ്ടാകുന്ന ദുഗ്ധമാണ്, പാലാണ് നമ്മളൊക്കെ കുടിക്കുന്നത്, നമ്മൾ രോഗികളായിട്ട് മാറും. നേരത്തെ ഇവിടെ എന്താ പറഞ്ഞത്? പാല് നമുക്ക്, പ്രത്യേകിച്ച് നാടൻ പശുവിൻ്റെ പാല് നമുക്ക് സർവ്വ ആരോഗ്യത്തെയും പ്രദാനം ചെയ്യുമെന്നാണ് പറയുന്നത്. ഇപ്പം ഞങ്ങൾ ചിറ്റിലഞ്ചേരിക്കടുത്ത് ഒരു വീട്ടിൽ ചെന്നപ്പോൾ ശേഷാദ്രി അയ്യർ എന്ന് പറയുന്ന അദ്ദേഹം ധാരാളം നാടൻ പശുക്കളെ പരിപാലിക്കുന്ന ഒരാളാണ്. അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചത് തന്നെ, ചിന്താമരേട്ടൻ സൂചിപ്പിച്ചത്, പശുവിന് വലിയ ഹീലിംഗ് പവറുണ്ട്. ഗോമാതാക്കൾക്ക് വലിയൊരു ഹീലിംഗ് പവറുണ്ട്. ഒരു അനുഗ്രഹിക്കാൻ നമ്മളെ സഞ്ചരിക്കുന്ന ഒരു ഡോക്ടറാണെന്നാണ് പറയുക. നാടൻ പശു സഞ്ചരിക്കുന്ന ഒരു ഡോക്ടറാണെന്നാണ് പറയുക. നമുക്ക് എന്തെങ്കിലും ഒരു അസുഖമുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ അടുത്ത് കുറേ നേരം സ്പെൻഡ് ചെയ്താൽ നമ്മുടെ അസുഖങ്ങൾ, നമ്മുടെ വിഷമങ്ങളൊക്കെ ദിവസവും ഈശ്വരനോട് സമർപ്പിക്കുന്നത് പോലെ തന്നെ ഒരു പശുവിനോട്, ഒരു ഗോമാതാവിനോട് നമ്മൾ സമർപ്പിച്ചാൽ അത് പിറ്റേന്ന് നമ്മുടെ അസുഖങ്ങൾക്കും ആദികൾക്കും വ്യാധികൾക്കുമുള്ള ദിവ്യൌഷധം കഴിച്ചിട്ട് അതിനെ പാലാക്കി ഔഷധ രൂപത്തിൽ നമുക്ക് തരുന്നതാണ്. ആ പാല് കുടിച്ചാൽ നമ്മുടെ ആ അസുഖം മാറിക്കിട്ടുന്നതാണ്. അത്രയും അധികം ശേഷി ആർക്കുണ്ട്? നമ്മൾ ഈ ആരാധിക്കുന്ന ഗോമാതാവിനുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഇപ്പോൾ ഗോപാഷ്ടമി ആചരിക്കണോ, ഈ വാരാഘോഷത്തിൽ പങ്കെടുത്തത് കൊണ്ട് മാത്രം നമുക്ക് ഗോവിനോടുള്ള ഒരു ഇതുണ്ടാവണമെന്നില്ല. നമുക്ക് നിത്യവും അതിൻ്റെ അടുത്ത് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനും അതിനെ പൂജിക്കാനും അതിനെ നമസ്കരിക്കാനും ദിവസവും ഗോശാലയിൽ ഒരു വിളക്കൊക്കെ കൊളുത്തി വെച്ച് അതിന് കുറച്ച് പുല്ലിട്ട് കൊടുക്കുക, അതിന് കുറച്ച് വൈക്കോല് കൊടുക്കുക, അതിനെ സ്നേഹിക്കാൻ നമുക്ക് സാധിച്ചാൽ മാത്രമേ ഈ അനുഗ്രഹങ്ങളൊക്കെ നമ്മളെ തേടിയെത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തെ മാത്രം ആഘോഷമായിട്ട് അതിനെ ചുരുക്കരുത്. നമ്മുടെ മഹാത്മാക്കളൊക്കെ പറഞ്ഞ ഒരു കാര്യം ഇത് തന്നെയാണ്. ശ്രീനാരായണ ഗുരുദേവനോട് ഒരു ഭക്തൻ ചോദിച്ചു അത്രേ, എല്ലാവരും പറയുന്നുണ്ട് നമ്മൾ പശുവിൻ്റെ പാല് കുടിക്കണ്ടല്ലോ, അപ്പോൾ പശുവിൻ്റെ മാംസം ഭക്ഷിച്ചാൽ എന്താന്ന്. ലോജിക്കലി അവർ ചിന്തിച്ചത് നമുക്ക് അവരെ തെറ്റു പറയാനില്ല. പക്ഷേ ഒരു ചെറു പുഞ്ചിരിയോടുകൂടി ശ്രീനാരായണ ഗുരുദേവൻ മറുപടി കൊടുത്തത് എന്താണെന്ന് അറിയാമോ? അദ്ദേഹം പറഞ്ഞു, നമ്മൾ അമ്മയുടെ പാല് കുടിക്കാറുണ്ടോ? അമ്മയെ ഭക്ഷിക്കാറുണ്ടോ? അമ്മയുടെ മാംസം ഭക്ഷിക്കാറുണ്ടോ? ഇന്ന് സാംസ്കാരിക അധപ്പതനത്തിൻ്റെ പല ഭാഷകളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അല്ലേ. മീഡിയയിൽ ഒരു ആക്ട്രസ് വന്ന് പറയുകയാണ് അവരോട് ഗോമാംസത്തിൻ്റെ കാര്യം, ഗോമാംസം ഭക്ഷിക്കരുത്, അത് വിഷമാണ്. സയൻറ്റിഫിക്കലി അത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പശു നമ്മളുടെ എല്ലാ വേണ്ടാത്തതിനെയാണ്, നമുക്ക് വേണ്ടാത്തത് നമ്മൾ പശുവിന് കൊടുക്കണം അല്ലേ. പുല്ല്, വൈക്കോല് അല്ലേ, നെല്ലെടുത്തിട്ട് നമ്മൾ വൈക്കോല് കൊടുക്കും, പിണ്ണാക്ക് കൊടുക്കും, കഞ്ഞി എടുത്ത് കഞ്ഞി വെള്ളം കൊടുക്കും. അപ്പോൾ ഇതെല്ലാം നമുക്ക് വേണ്ടാത്തത് കൊടുത്തത് അതിനെയൊക്കെ ഔഷധമാക്കി നമുക്ക് തരുന്നൊരു ജീവിയാണ്. പക്ഷേ ഈ കഴിക്കുന്ന ഭക്ഷണമൊക്കെ പശു അതിൻ്റെ വിഷാംശം ശേഖരിക്കുന്നത് അതിൻ്റെ ശരീരത്തിലാണ്, മാംസത്തിൽ. വിഷമുള്ളത് മാംസത്തിലാണ്. അപ്പോൾ ഗോമാംസം ഭക്ഷിക്കരുതെന്ന് പറയുന്നതിൻ്റെ സയൻറ്റിഫിക് റീസൺ അതാണ്. പിന്നെ ഒരു ജീവികളെയും കൊല്ലരുത് എന്നുള്ള ഹൈന്ദവ സംസ്കാരത്തിലൂന്നിയാണ് നമ്മുടെ പ്രവർത്തനം മുഴുവൻ. പക്ഷേ ഘോര വിഷസർപ്പങ്ങളെ മുഴുവൻ ഭക്ഷിക്കണവർക്ക് പിന്നെന്ത് ഗോമാംസം എന്നുള്ളതാണ് ആ ചോദ്യത്തിൽ ആ സ്ത്രീ ചോദിച്ചത് എന്നുള്ളത്. അപ്പം മൂല്യബോധമുള്ളവർക്ക്, സാംസ്കാരികമായി ചിന്തിക്കുന്നവർക്ക് പശു എന്ന് പറയുന്നത് എന്താണ്? ഒരു ആരാധനാമൂർത്തിയാണ്.
നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ കാമസുരഭി എന്നാണ്. ഇപ്പോൾ ചിന്താമരേട്ടൻ ആദ്യം ഓം സുരഭ്യേ നമഃ എന്ന് ഉച്ചരിച്ചുകൊണ്ടാണ്. 1000 പ്രാവശ്യം 1001 പ്രാവശ്യം ഈ നാമം ഉച്ചരിക്കാൻ സാധിച്ചാൽ നമ്മളുടെ ഏത് കാമനകളും സാധിക്കുമെന്ന ഒരു മന്ത്രം ഞാൻ വായിച്ചിട്ടുണ്ട്. ഒരു കഥ, അതിന് പിന്നിലുള്ള ഒരു കഥ ഐതിഹ്യം വായിച്ചതായിട്ട് ഓർക്കുകയാണ്. ഇപ്പോൾ ഈ സമയത്ത് ഇങ്ങനെ പല പല മഹാത്മാക്കളും പറഞ്ഞിട്ടുണ്ട്. മഹാത്മാഗാന്ധി പോലും പറഞ്ഞത് രാഷ്ട്രത്തിൻ്റെ രക്ഷ എന്ന് പറയുന്നത് അതിനേക്കാൾ ഒട്ടും ചെറുതല്ല, ഗോരക്ഷ എന്നാണ് പറയുന്നത്. ഗോവധവും മനുഷ്യവധവും തുല്യമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒന്നും വേണ്ട, പ്രവാചകനായ മുഹമ്മദ് നബിയുടെ പത്നി, ധർമ്മപത്നി ആയേഷ അസ്രത്ത് എന്ന് പറയും അവരുടെ പേര്. അപ്പോൾ അവർ പറഞ്ഞെന്താ വെച്ചാൽ ഗോവിൻ്റെ പാല് എന്ന് പറയുന്നത് നമുക്ക് അമൃത് പോലെയാണ്, അതിൻ്റെ നെയ്യ് ഔഷധമാണ്, ഗോമാംസം രോഗമാണ് എന്നാണ് പറഞ്ഞത്. ഇതൊക്കെ അറിഞ്ഞു വെച്ചിട്ട് പ്രത്യയശാസ്ത്രങ്ങളെയും മതഗ്രന്ഥങ്ങളെയും ആധ്യാത്മിക ശാസ്ത്രങ്ങളെയും ഒക്കെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് വിസ്മരിക്കാൻ പഠിച്ച ഒരു ലോകമാണ്. അപ്പോൾ ഈ ഒരു യജ്ഞത്തിലൂടെയെങ്കിലും നമുക്ക് ആ ശാസ്ത്ര സംഹിതകളെയൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ആവിഷ്കരിക്കാൻ പറ്റിയിട്ടുള്ളൊരു അവസരമാണ്. അപ്പോൾ ഗോപൂജ, ഗോപാഷ്ടമി എന്ന് പറയുന്നത് എന്നും ഗോവിനോടുള്ള ഒരു ആരാധനയും അതിൻ്റെ ശുശ്രൂഷയും ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗീത അച്യുതൻ, പാലക്കാട് കാർണഗി നഗർ കേന്ദ്രീകരിച്ചുകൊണ്ട് ശ്രീ നാരായണീയ സത്സംഗം എന്നൊരു സത്സംഗ സമിതി ഒരു 10 വർഷത്തോളം 2014 മുതൽ നടത്തിക്കൊണ്ട് വരികയാണ്. ആദ്യം എൻ്റെ വീട്ടിൻ്റെ മുകളിൽ തന്നെയാണ് ഓപ്പൺ ടെറസ് ഒക്കെ സെറ്റപ്പ് ചെയ്തിട്ട് നല്ലൊരു സത്സംഗ സമിതിയായിട്ട് ഒരു 100-150ഓളം ലേഡീസ് എല്ലാ ചൊവ്വാഴ്ചയും വരുന്നുണ്ട്. അതല്ലാതെ തന്നെ 300ഓളം ലേഡീസ് നമ്മുടെ ഇതിൽ അംഗങ്ങളാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം 1-2 വർഷം ഒരു നാരായണീയ പഠനത്തോടെയാണ് ആരംഭിച്ചത്. അതോടുകൂടി തന്നെ നമ്മൾ ആ നാരായണീയം മുഴുവനാക്കി പൂർണ്ണമാക്കിയപ്പോൾ വീണ്ടും മറ്റ് സനാതന ധർമ്മ ഗ്രന്ഥങ്ങളുടെ പഠനം മാത്രമല്ല, പാരായണം മാത്രമല്ല, അതിലൂടെ പഠനവും കൂടി തുടർന്നുകൊണ്ട് പോയി. അതിലൂടെ ദേവി മാഹാത്മ്യം, സൗന്ദര്യലഹരി, ഭാഗവതം, ഇപ്പോൾ ഭാഗവതമാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്, ദേവി മാഹാത്മ്യം, സൗന്ദര്യലഹരി, ഷഷ്ടി കവചം, അങ്ങനെ പല നമ്മുടെ സനാതന ധർമ്മ ഗ്രന്ഥങ്ങളുടെ ഒരു പരിചയം നമ്മുടെ പരിസരത്തുള്ളവർക്കൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു 2-3 വർഷം അങ്ങനെ പഠനവും പാരായണവുമായിട്ട് പോയി. അപ്പോഴാണ് അതിൻ്റെ കൂടെ തന്നെ സനാതന ധർമ്മ പ്രചരണം എല്ലാ ഭാഗത്തേക്കും വീട്ടിൽ എന്നെ തേടി എത്തണവർക്ക് മാത്രമല്ല പരിസര പ്രദേശങ്ങളിലേക്കും അത് പ്രചരിപ്പിക്കണം എന്നതിൻ്റെ ഒരു ഉദ്ദേശത്തോടു കൂടി ഇതുപോലെയുള്ള ഒരു നൃത്താവിഷ്കാരങ്ങൾ, നമ്മുടെ പുരാണങ്ങളിലെ കഥകളെയൊക്കെ ആസ്പദമാക്കിയിട്ടുള്ള ചെറിയ ചെറിയ രാമായണം, അതുപോലെ അയ്യപ്പ ചരിതം, അതിൻ്റെയൊക്കെ നൃത്താവിഷ്കാരം സീസണിലായിട്ട്, പിന്നെ ഈ മണ്ഡലം സീസണാണല്ലോ വരുന്നത്, ആ സമയത്ത് അയ്യപ്പ ചരിതം, കർക്കിടക മാസമാകുമ്പോൾ രാമായണ നൃത്താവിഷ്കാരം ഒക്കെ നമ്മൾ ഇങ്ങനെ തുടർന്നുകൊണ്ട് പോവുകയാണ്. അതോടുകൂടി തന്നെ ഇവിടെയും ഞാൻ 2-3 പ്രാവശ്യം തൊഴാൻ വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ ഇവിടെ ഇങ്ങനെ ഒന്ന് അവതരിപ്പിക്കണം എന്നെൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. എന്തായാലും ശ്യാംജിയും കണ്ണേട്ടനും കൂടി അവിടെ ക്ഷണിക്കാൻ വന്നതാണ്. ഇവിടെ ഇങ്ങനെ ഒന്ന് അവതരിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ വന്നപ്പോൾ, മുമ്പ് വന്നപ്പോഴും ഇങ്ങനെ ഗോശാല ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത്രയും വിപുലമായിട്ടില്ല എന്ന് തോന്നുന്നു ഞാൻ വന്ന സമയത്ത്. അപ്പോൾ എന്തായാലും നല്ലൊരു അന്തരീക്ഷം തന്നെയാണ് നമുക്ക് എല്ലാവർക്കും ഇവിടെ ഒരു അനുഭവപ്പെട്ടത്. കാരണം ഞാൻ ജനിച്ചു വളർന്നത് മൂത്താന്തറയിൽ തന്നെയാണ്. ഞാൻ ജനിച്ചു വളർന്ന വീട്ടിൽ ഇതുപോലെ 4-5 പശുക്കളൊക്കെ ഉണ്ടായിരുന്നു. ചെറുപ്പം മുതൽ നല്ല നല്ല ശുദ്ധമായ പശുവും പാലും കുടിച്ച് വളർന്ന ഒരു പാരമ്പര്യം തന്നെയായിരുന്നു. ഇപ്പോഴാണ് ഇങ്ങനെ ഒരു പാക്കറ്റ് മിൽക്കും അതൊക്കെ ആയപ്പോൾ അതിൻ്റെ സ്വാദം ഇഷ്ടപ്പെടുമായിരുന്നില്ല, എങ്കിലും അത് നിവൃത്തിയില്ലാതായല്ലോ. പക്ഷേ ഇപ്പോഴും ഞാൻ അടുത്തതുപോലെ ഇങ്ങനെ കുറച്ച് പശുക്കളെയും ഒക്കെ നിർത്തിയിട്ട് ശുദ്ധമായ പശുവും പാല് വിതരണം ചെയ്യുന്നവിടുന്ന് തന്നെയാണ് പാല് വാങ്ങി കഴിക്കുന്നത്. എനിക്ക് ഗിരീഷ് കുമാർജി ഒരിക്കൽ പറഞ്ഞത് ഓർമ്മ വരികയാണ്, നല്ല പശുവിൻ്റെ പാല് കുടിക്കണമെങ്കിൽ ഭാഗ്യമാണത്ര ജന്മത്തിൽ, അല്ലേ? നല്ല പശുവിന് ശുദ്ധമായ പാല് കുടിക്കണമെങ്കിൽ ഇപ്പോൾ നമ്മളൊക്കെ ശരിക്കും ഭാഗ്യം കെട്ടവരാണ്. ഇപ്പോൾ പാക്കറ്റ് പാല് കുടിക്കാനാണ് നമ്മുടെയൊക്കെ യോഗ, നിവൃത്തിയില്ല, അല്ലെ? കാലഘട്ടത്തിൻ്റെ ഒരു മാറ്റമാണ്. സാരമില്ല, നമുക്കത് അംഗീകരിച്ച് മുന്നോട്ട് പോയെങ്കിലും എനിക്ക് ഭഗവാൻ അനുഗ്രഹിച്ച് തന്നിട്ടുണ്ട്, ശുദ്ധമായ പാല് എനിക്ക് കിട്ടുന്നുണ്ട് കുടിക്കാനായിട്ട്. ഇവിടെ പശുക്കളെയൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷമാണ്. എൻ്റെ ആ പിറന്ന വീടും ആ പശുവിൻ്റെ ഇതുപോലെ ഒരു തൊഴുത്തും കാലിത്തൊഴുത്തും ഒക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു ഓർമ്മയിലേക്കാണ് എനിക്ക് വരാൻ പറ്റിയത്. അപ്പോൾ നമ്മൾ ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല, സമയം വൈകിയാണല്ലോ. എന്നാലും ഒരു കാര്യം കൂടി പറയുകയാണ്. നമ്മളിപ്പോൾ ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ചെറിയൊരു ഗോപികാ നൃത്തമാണ്. സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് ഭൂമിയിൽ അവതരിച്ച ശ്രീകൃഷ്ണ ഭഗവാൻ വൃന്ദാവനത്തിൽ ആടിയ ലീലകൾ, അല്ലേ, അത്ഭുതാവഹങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ആ മധുരമായ ആ മുരളീ ഗാനത്തോടൊപ്പം ആ വൃന്ദാവനത്തിലുള്ള സകല ചരാചരങ്ങളും, മയിലുകളാകട്ടെ, കുയിലുകളാകട്ടെ, മാനുകളാകട്ടെ,
എല്ലാ ജീവജാലങ്ങളും അതുപോലെ തന്നെ സസ്യലതാദികളും ഗോപന്മാരെല്ലാവരും തന്നെ ആ മധുരഗാനത്തിൽ മുരളീരവത്തിൽ അലിഞ്ഞുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം ആനന്ദ നൃത്തം ആടിയിരിക്കുന്നു എന്ന കഥകൾ നമ്മൾ ഭാഗവതം സാക്ഷ്യപ്പെടുത്തുന്നു അല്ലേ. അപ്പോൾ അത് വായിക്കുമ്പോൾ എപ്പോഴും തോന്നാറുണ്ട്, ഇതുപോലെ നമുക്കും അങ്ങനെ ഒരു കൃഷ്ണഗീതം വെച്ചിട്ട് ഭക്തി സാന്ദ്രമായിട്ട് ഭക്തി നിർഭരമായിട്ട് അങ്ങനെ ഒരു നൃത്തം ചെയ്യണമെന്നൊക്കെ പലപ്പോഴും മനസ്സിൽ തോന്നാറുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മളിങ്ങനെ ഒരു ചെറിയൊരു നൃത്തവിരുന്ന് ആവിഷ്കരിച്ചതാണ്. എങ്കിലും അതിന് തുല്യമായിട്ട് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഭഗവാന്റെ ഗോപികമാരുമൊത്തുള്ള നൃത്തം അതിന് തുല്യമായിട്ട് ആ ഗോപികമാർക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു ഭാഗ്യം. എങ്കിലും ഈ ഒരു അഭിനവ കാലഘട്ടത്തിൽ നമുക്കും ചെറുതായിട്ട് അല്ലെ ഭക്തിയോടുകൂടി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ആ ഒരു ചെറിയ ഈശ്വരാനുഭവം നമുക്ക് കിട്ടുമെന്ന് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും അനുഭവപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരു ചെറിയൊരു കലാപ്രകടനം മാത്രമായിട്ട് കാണാതെ നിങ്ങളെല്ലാവരും തന്നെ അതൊരു ഭക്തിഭാവത്തിൽ അത് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ചെറിയ ഒരു ഈശ്വരാനുഭവം നിങ്ങളുടെ ഉള്ളിലേക്ക് എത്തിക്കാൻ സാധിക്കും, ആ ഒരു ഉണർവ് എത്തിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും പല ഭാഗങ്ങളിലും പല വേദികളിലും നമ്മളിത് അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ കേവലം ഒരു കലാപ്രകടനമല്ലാതെ വളരെ ഭക്തിഭാവത്തിൽ ആ ഭഗവാന്റെ ഒരു ഗോപികാ നൃത്തമായിട്ട് ഇതിനെ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഈശ്വരഭാവം നിങ്ങളുടെ ഉള്ളിലും അനുഭവപ്പെടും എന്ന് ഞാൻ ഗ്യാരണ്ടി തരികയാണ്. അതോടുകൂടി തന്നെ ഗോപിക അല്ലേ, ഗോ എന്ന് പറഞ്ഞാൽ ഗോ എന്നുള്ള പദത്തിൻ്റെ എല്ലാ വിശേഷണങ്ങളും തത്വങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് ശ്രുതി ശ്യാംജി എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ കൂടെ തന്നെ ഗോപിക, ഗോ വെച്ചാൽ പശു എന്ന് മാത്രമല്ലല്ലോ അല്ലേ, ഗോ എന്ന വേദം എന്നൊരു അർത്ഥവും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഗോപികൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഗോ പാനം ചെയ്തവർ, വേദതത്വങ്ങളെ പാനം ചെയ്തവരാണ് ഗോപികമാർ. ആ ശ്രീകൃഷ്ണ ഭഗവാനെ വേദതത്വമായ വേദപ്പൊരുളായ ശ്രീകൃഷ്ണ ഭഗവാനെ സദാ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അടുത്ത് ലഭിച്ചുകൊണ്ട് ആ വേദതത്വത്തിൻ്റെ പരമാനന്ദ രസം പാനം ചെയ്തവരാണ് ഗോപികമാർ. അപ്പോൾ ആ ഒരു ആനന്ദം നമുക്കും എല്ലാവർക്കും ഉണ്ടാവട്ടെ. ദീർഘിപ്പിക്കുന്നില്ല, എല്ലാവരെയും ഈ ഒരു ദൃശ്യവിരുന്നിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കാം. ഗീത അച്യുതൻ അവർക്ക് ഒരു പൊന്നാട് അണിയിച്ച് നമ്മുടെ മാതൃസമിതിയുടെ സാധനാ മാതൃസമിതിയുടെ സുജാ ചേച്ചി, ഇനിയും ഗിരിയ ചേച്ചി, ഇനിയും ഇവരുടെ നൃത്തങ്ങളും അതുപോലെ ആധ്യാത്മിക ക്ലാസ്സുകളും ഇവിടെ ഉണ്ടാവണമെന്ന് ഈ നിമിഷത്തിൽ പറയുകയാണ്. പ്രത്യേകിച്ച് ഇന്ന് നമുക്ക് നൃത്താവിഷ്കാരം ചെയ്യുകയും അത് കഴിഞ്ഞ് നമ്മുടെ ശിവേട്ടൻ്റെ 2 വാക്കുകൂടി കഴിഞ്ഞ് നമുക്ക് ദീപാരാധന ചെയ്ത് ഗോമാതാവിനെ നമുക്ക് എല്ലാവർക്കും നമസ്കരിക്കാനും, നമ്മൾ പ്രത്യേകിച്ച് ഗോമാതാവിനെ നമസ്കരിക്കുന്ന സമയത്ത് പുറകിൽ ചെന്ന് യോനിയിലാണ് പൂജ നടത്തുകയും ദീപാരാധന ചെയ്യുകയും ചെയ്യാം. മുഖത്ത് സങ്കല്പമായിട്ടും പുറകിലാണ് സകല ദേവതമാരും ഇരിക്കുന്നത് എന്നുള്ള സങ്കല്പമാണ്. അപ്പോൾ പുറകിൽ ചെന്ന് നമസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗോശാല കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുവന്ന് പ്രദക്ഷിണം ചെയ്യാനും സാധിക്കുക. ആ സമയത്ത് നേരത്തെ അവിടെ നമുക്ക് പറയണ്ടായി, ഓം സ്വരഭ്യൈ നമഃ എന്നുള്ള മന്ത്രത്തോടുകൂടി നമുക്ക് ആരാധന ചെയ്യാം. ശിവേട്ടൻ്റെ 2 വാക്കുകൾ കൂടി കേൾക്കാം. പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം. ഒരു പുരുഷായുസ്സിൽ 70 വയസ്സ് വരെ ജീവിക്കുന്ന ഒരു വ്യക്തി ആദ്യത്തെ 2 വർഷം ജന്മം തന്ന അമ്മയുടെ പാലും അടുത്ത 68 വർഷവും കുടിക്കുന്നത് ഗോമാതാവ് പശു തരുന്ന പാലുമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഗോമാതാവ് എന്നുള്ള വിശിഷ്ടമായ സങ്കല്പത്തിൽ ഒരു വ്യക്തി ജീവിക്കുമ്പോൾ മാത്രമല്ല പശുവിൻ്റെ ആവശ്യം, ആ വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ മരണാന്തര ക്രിയകളിൽ പാലും അതിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് വരെ വളരെ പ്രാമുഖ്യം ഉണ്ടോ എന്നുള്ളൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു. എനിക്ക് കിട്ടിയൊരു മഹാഭാഗ്യം, ഇന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ എൻ്റെ ഏകദേശം ഒരു 10 വയസ്സുള്ള കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോവുകയായിരുന്നു. അന്ന് വീട്ടിൽ 4 പശുക്കളെ വളർത്തിയിരുന്നു. എല്ലാ ദിവസവും സ്കൂൾ കഴിഞ്ഞാൽ പശു മേയ്ക്കാൻ അടുത്തുള്ള പാടശേഖരങ്ങളിലേക്ക് പോവുമായിരുന്നു. ആ സമയങ്ങളിൽ
പശുവിൻ്റെ കാമ്പിൽ നിന്നും അകിടിൽ നിന്നും പാല് മോഷ്ടിച്ചു കുടിക്കുന്ന ഒരു കള്ളത്തരം കയ്യിലുണ്ടായിരുന്നു. ആദ്യം ചിരട്ടയിലേക്ക് ആണ് കറന്നെടുത്ത് കുടിച്ചതെങ്കിൽ പിന്നീട് പശുവിനെ സ്നേഹത്തോടു കൂടി സമീപിച്ച് അതിൻ്റെ കാമ്പിൽ നിന്നും നേരിട്ട് പാലൂറ്റി കുടിക്കുന്ന 2 വയസ്സിൽ എങ്ങനെയാണോ അമ്മയിൽ നിന്നും അമ്മയുടെ മാറിൽ നിന്നും പാല് ശേഖരിച്ചത്, ആ സ്വാദോടുകൂടി തന്നെ പശുവിൻ്റെ അകിടിൽ നിന്ന് നേരിട്ട് പാല് കുടിക്കാൻ കളവാണെങ്കിൽ കൂടി അന്ന് അതിന് സാധിച്ചിരുന്നു. പിന്നീട് വലുതാവുന്ന സമയത്ത് കൃഷ്ണൻ പശുവിൻ്റെ അകിടിൽ ചുരുത്തുന്ന പാലിൻ്റെ അകിടിൽ ചുണ്ടുപൊട്ടിച്ച് നിൽക്കുന്ന ഫോട്ടോകൾ കാണുമ്പോൾ ഇതുപോലൊരു കാലം എനിക്കുണ്ടായിരുന്നല്ലോ എന്നുള്ള ഒരു ആത്മനിർവൃത്തി ഉണ്ടാവുമായിരുന്നു. എന്തായാലും എൻ്റെ മരിച്ചുപോയ അമ്മ ഇതുവരെ ഈ സത്യം അറിഞ്ഞിട്ടില്ല. ഞാൻ പാല് കുടിച്ചിട്ടാണ് പിറ്റേ ദിവസം കറക്കുന്ന സമയത്ത് പാല് കുറവ്. അപ്പം അമ്മ ചോദിക്കുന്ന ഒരു ചോദ്യം, നീ പശുവിനെ പശുവിനെ ഓടിച്ചാൽ പാല് കുറയും, അങ്ങനെയാണോ എന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ ഞാനത് മറച്ചു വയ്ക്കാറുണ്ട്. അങ്ങനെ ധാരാളം പാല് കുടിച്ച, പശുവിൽ നിന്നും നേരിട്ട് അകിടിൽ നിന്നും നേരിട്ട് കുടിച്ച ഒരു മഹാഭാഗ്യം എനിക്ക് ഉണ്ടായിരുന്നു. ഇന്ന് ഈ സുദിനത്തിൽ അതൊന്ന് ഓർക്കാൻ സാധിച്ചത്, ഇത്തരത്തിലുള്ള ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി സ്വാമിജി ക്ഷണിച്ചു. എല്ലാ വർഷവും നമ്മുടെ ക്ഷേത്രത്തിൽ, ഞാൻ പ്രസിഡൻ്റായിരിക്കുന്ന ശ്രീ ഗണപതി ക്ഷേത്രത്തിൽ എല്ലാ വർഷവും ശ്രീകൃഷ്ണ ജയന്തിക്ക് കഴിഞ്ഞ 23 വർഷമായിട്ട് ഗോപൂജ ചെയ്യാറുണ്ട്. അതിൻ്റെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാവും. ലക്ഷ്മി ദേവിയുടെ കടാക്ഷം പൂർണ്ണമായിട്ടും ഉണ്ടാവും. ഗോപിക നൃത്തം ആരംഭിക്കാം. Ni
തൻ്റേതും കൂടിയാണ് ഈ പ്രവർത്തനം എന്നുള്ള പ്രവർത്തനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പശുക്കളെ മുതൽ ഇവിടെയുള്ള ഓരോ കല്ലുകളിലും അദ്ദേഹത്തിന്റെ കൈപ്പടവ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് പുഴയുടെ തീരത്ത് കെട്ടിത്തന്നതും ഈ ചുറ്റുമതിൽ കെട്ടിത്തന്നതും മുതൽ 2009 അദ്ദേഹം ഇവിടെ വന്ന് നമ്മുടെ കൂടെ ചേർന്ന് നിന്നതാണ്. ഇന്നും അദ്ദേഹത്തിന്റെ മഹാസാന്നിധ്യം, അദ്ദേഹത്തിന്റെ കൂടെയുള്ള കുറേ ആൾക്കാരുണ്ട് എങ്കിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം എല്ലാ ദിവസങ്ങളിലും ഇവിടെ പശുക്കളെ തൊട്ട് തലോടി ഇത്രയും അധികം സ്നേഹവാത്സല്യത്തോടു കൂടി നിർത്തുന്ന ഒരു വ്യക്തിത്വമാണ് കൃഷ്ണഭായി. കൃഷ്ണഭായി ആദരിക്കുന്നതിനായിട്ട് നമുക്ക് സംസ്ഥാനത്തിന്റെ ഗോസാഗര പ്രമുഖ വിശ്വ ഹിന്ദു പക്ഷത്തിന്റെ ചിന്താമനേറ്റിനെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. ഓം ശതമാനം ഭവതി ശതായുഃ പുരുഷഃ ശതേന്ദ്രിയഃ ആയുഷ്യേവേന്ദ്രിയേ പ്രതിഷ്ഠതി. കൃഷ്ണഭായി ബംഗാളി ആചാരം നല്ല രീതിയിൽ മലയാളം സംസാരിക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുമാത്രമല്ല അവരുടെ എല്ലാ വർഷത്തിലും ബംഗാളിൽ നടക്കുന്ന കുലദേവതാ പൂജയ്ക്ക്, ദേവീ പൂജയ്ക്ക് അവിടെ എത്തിച്ചേരുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് അദ്ദേഹം. നമ്മുടെ സാന്തിഗിരി സാധനാലയത്തിന്റെ വേറൊരു പ്രവർത്തനം കൂടിയാണ് ഭജന. അതായത് ഭജൻസ് ശ്രീശങ്കര എന്നുള്ള പേരിൽ എല്ലാ മാസങ്ങളിലും നമ്മൾ ഓരോ ക്ഷേത്രങ്ങളിലും, അതുപോലെ പ്രത്യേകിച്ച് അഞ്ചുമൂർത്തി ക്ഷേത്രത്തിലെ എല്ലാ മാസത്തിലും 1-ാം തീയതി ഇവിടെ ഭജന നടക്കുന്നുണ്ട്. അതുമാത്രമല്ല 2019 കാലഘട്ടങ്ങളിൽ നമുക്ക് വന്ന കൊറോണ, അതിനെ ബേസ് ചെയ്തുകൊണ്ട് എല്ലാ ഭജന സമിതികളെയും ഒരുമിച്ച് കൂട്ടി ഒരു പ്രവർത്തനം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ശ്രീശങ്കര അദ്വൈതാശ്രമത്തിൽ നിന്നും തുടങ്ങിയ ഭജന സമിതി ഇന്നും അതിന് നേതൃത്വം വഹിക്കുന്നത് ശ്രീരാം സ്വാമിയാണ്. അദ്ദേഹത്തിന്റെ ഒരു കീർത്തനം കേൾക്കാൻ നമുക്ക് എല്ലാവർക്കും. നാനൊരു വിളയാട്ട് ബൊമ്മയാ ജഗൻ നായകിയേ ഉമയേ ഉന്തനുക്ക്. നാനൊരു വിളയാട്ട് ബൊമ്മയാ ജഗൻ നായകിയേ ഉമയേ ഉന്തനുക്ക്. നാനൊരു വിളയാട്ട് ബൊമ്മയാ ஆனந்தமா அமுத முதல் பெருக அம்மா அம்மா என்று அலறுவதை கேட்பதானந்தமா. தினம் தினமும் குந்தன் திருவடி பணிந்தேனே. தினம் தினமும் உந்தன் திருவடி பணிந்தேனே. திருகுலம் இறங்காதா தேவி. தினம் தினமும் உந்தன் திருவடி பணிந்தேனே. திருகுலம் இறங்காதா அம்மா 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 അമ്മ അമ്മ. വളരെ സന്തോഷം സ്വാമി. ഇന്ന് യാദൃശ്ചികമായി ഇവിടെ പൂജകളിൽ പങ്കെടുക്കാൻ വന്ന ഒരു വ്യക്തിത്വം അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ ഇവിടെ സൂചിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിനെ നമുക്ക് പരിചയപ്പെടേണ്ട ഒരു വ്യക്തിയാണ്. ആധ്യാത്മിക തലത്തിൽ തന്നെ അദ്ദേഹത്തെ ഇന്നാണ് നമ്മൾ നേരിട്ട് കണ്ട് പരിചയപ്പെടുന്നത്. എങ്കിലും ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ ദക്ഷിണ ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ പരിഹാര കർമ്മങ്ങൾ നടത്തുന്ന ക്ഷേത്രങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് ഒരു പുസ്തകം അദ്ദേഹത്തിൻ്റെതാണ്. അദ്ദേഹമാണ് കേരള ബാങ്ക്, നമുക്കിന്ന് കാണുന്ന കേരള ബാങ്ക് സൃഷ്ടിക്കുന്നതും അതിനെ നിലനിർത്തുന്നതും അദ്ദേഹത്തിൻ്റെ ചുമതലയിലായിരുന്നു. കേരള സംസ്ഥാനത്തിൻ്റെ നബാർഡിൻ്റെ ചീഫ് ഉത്തരവാദിത്വം വഹിച്ചുകൊണ്ട് ഗവൺമെൻറ് തലത്തിൽ ഒട്ടനവധി ജില്ലകളിൽ അദ്ദേഹത്തിൻ്റെ സഹായ ഹസ്തങ്ങൾ എത്തുകയും ഇന്ന് നമുക്ക് ഗോപാശ്രമയുടെ ഭാഗമായിട്ട് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്ന അദ്ദേഹത്തിൻ്റെ ഒരു ബലിതർപ്പണത്തിനാണ് ഇവിടെ എത്തിച്ചേർന്നതെങ്കിലും ഇവിടെ നടന്ന ഈ പരിപാടികളെല്ലാം
തൻ്റെ ദൃഷ്ടിയിൽ പതിക്കുകയും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് ശ്രവിക്കാനായിട്ട് എല്ലാവരെയും ഒന്ന് ക്ഷണിക്കുകയാണ്. രവീന്ദ്രനാഥ് എന്നാണ് അദ്ദേഹത്തിൻ്റെ നാമധേയം, തൃശ്ശൂരാണ് സ്വദേശം. അദ്ദേഹത്തെ നമുക്ക് ഈ ഒരു സഹർഷമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നന്ദി ശ്യാം സ്വാമി. വളരെ യാദൃച്ഛികമായിട്ടാണ് ഞാനിവിടെ വന്നിട്ടത്. നാരായണ ബലി ചെയ്യാൻ വേണ്ടി ഞാൻ ഏത് ക്ഷേത്രമാണുള്ളതെന്നുള്ള അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് സ്വാമിയെക്കുറിച്ചും ഈ ആനിക്കോട് അഞ്ചുമൂർത്തി അമ്പലത്തെക്കുറിച്ചും അറിയാൻ കഴിഞ്ഞതും ഇവിടെ വന്ന് ആ ബലി തർപ്പണം ചെയ്യാൻ സാധിച്ചത്. ഇവിടുത്തെ നമ്മുടെ ചുറ്റുവട്ടങ്ങളും ഇവിടുത്തെ നടത്തിപ്പും നിങ്ങളുടെ ഇൻവോൾവ്മെൻറ്റും എല്ലാം കണ്ട് വളരെയധികം ശരിക്കും ഞാൻ ഹർഷപുളകനായി എന്ന് പറയണം. ഇവിടെ നിങ്ങളുടെ ഡാൻസ്, പാട്ട്, അത് മാത്രമല്ല നല്ല ഒരു നമ്മുടെ ഗോശാല, ഇതെല്ലാം കൂടി വലിയൊരു ഭാരിച്ച ചുമതലയാണ് ശ്യാം സ്വാമി ഏറ്റെടുത്തിരിക്കുന്നത്. അത് എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. ഇപ്പം ഞങ്ങൾ ഇവിടുന്ന് സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്ന വേറൊരു ഗോശാലയിലേക്കാണ്, തൃശ്ശൂർ വടക്കഞ്ചേരിയിൽ. അപ്പോൾ പിന്നെ അദ്ദേഹം പറഞ്ഞ പോലെ എൻ്റെ പ്രൊഫഷണൽ ഫ്രണ്ട് അവിടെ ഇരിക്കട്ടെ, എനിക്ക് അല്ലാതെ ആത്മീയപരമായിട്ട് വളരെയധികം അനുഭവങ്ങളുണ്ട്. അതൊന്നും ഇപ്പോൾ വിവരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്കൊരു ചാനലുണ്ട്, എൻ്റെ രവീന്ദ്രനാഥ് മേനോൻ പറഞ്ഞൊരു ചാനലുണ്ട്. അത് ജ്യോതിഷവും അതുപോലത്തെ ആധ്യാത്മിക കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു ചാനലാണ്. ഞാൻ ഇടയ്ക്ക് കയറി പറയട്ടെ, ഞാനൊരു ജ്യോത്സ്യൻ കൂടിയാണ്. പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയല്ല, പഠിച്ച് ജ്യോത്സ്യനായതാണ്. നിങ്ങളുടെ ഈ ഉദ്യമം വളരെ അധികം വിജയിക്കട്ടെ. എന്നും ഞങ്ങളുടെ എല്ലാം അനുഗ്രാശിസ്സുകളും സഹായങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. വളരെ നന്നായി നടക്കുന്ന ഒരു ചിത്രം. എനിക്ക് വളരെ തൃപ്തിയായി ഇവിടെ ഈ ബലി തർപ്പണം ചെയ്ത് വളരെ തൃപ്തിയായി. ഞാനൊരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നതായിട്ട് ഓർക്കണു. അന്ന് ഇതൊന്നും ആയിരുന്നില്ല സ്ഥിതി. ഇപ്പോൾ കണ്ടപ്പോൾ വളരെയധികം വ്യത്യാസം വരുന്നു. അതിന് ആരെല്ലാം പുറകിൽ നിന്നോ ശ്യാം സ്വാമിക്ക് പ്രത്യേകിച്ചും എൻ്റെ എല്ലാവിധ ആശംസകളും എല്ലാ വിഷസും ഞാൻ നേരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇനിയും കണ്ടുമുട്ടാമെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.